വാർദ്ധക്യത്തിലും സന്തോഷം കണ്ടെത്താൻ മാനസികോല്ലാസത്തിനായി ഒരു പകൽ വീട്. മലപ്പുറത്ത് മാറാക്കരയിൽ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ സജീവമായ റെഡ് സ്റ്റാർ മാറാക്കരയാണ് പകൽ വീട് എന്ന ആശയവുമായി മുന്നോട്ട് പോകുന്നത്. പുറംലോകവുമായി അധികം ബന്ധമില്ലാതെ വീടുകളിൽ മാത്രമായി ഒതുങ്ങിക്കൂടുന്ന വയോജനങ്ങൾക്ക് ഒറ്റപ്പെടലിന്റെ വിരസതകളിൽ നിന്നും മോചനം നൽകി മാനസിക ഉല്ലാസത്തോടെ തങ്ങളുടെ സമപ്രായക്കാരോടൊപ്പം പകൽ സമയങ്ങളിൽ ഒത്തുകൂടാനും സമയം ചെലവഴിക്കാനുമുള്ള കർമ്മ പദ്ധതിയാണ് പകൽ വീട്. പകൽ വീടിനു വേണ്ടിയും പാലിയേറ്റീവ് ഹോം കെയർ സേവനങ്ങൾ കൂടുതൽ പാവപ്പെട്ട കിടപ്പ് രോഗികളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുമുള്ള ധനശേഖരണാർത്ഥം റെഡ് സ്റ്റാർ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നു. 100 രൂപയാണ് ഒരു ബിരിയാണിക്ക് നിശ്ചയിച്ചിരിക്കുന്ന തുക. ഇതിനു മുന്നോടിയായി കാടാമ്പുഴ 2 സ്റ്റാർ ടർഫ് ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നു. ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു ഉദ്ഘാടനം ചെയ്തു. നമ്മളോട് ഓരോ കാര്യം നേരത്തെ അറിയാം, കുറേ കാര്യങ്ങൾ റെഡ് സ്റ്റാറിൻ്റെ, പക്ഷേ അതിനും അപ്പുറം ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അതായത് ഒരു കിഡ്നി ഒരു ഡയാലിസിസ് രോഗി, അദ്ദേഹത്തിൻ്റെ ആ ഡയാലിസിസ് തുടങ്ങി കഴിഞ്ഞാൽ ആ പാവം മനുഷ്യന് പിന്നെ വല്ലാത്തൊരവസ്ഥയിലാണ്. കൂടെ പോരാനൊരാളുണ്ടാവില്ല, മറ്റുള്ളവർക്ക് ചെന്ന് അവിടെ എത്തി ഡയാലിസിസ് ചെയ്ത് തിരിച്ചു പോരാൻ കഴിയില്ല. അവിടെയാണ് നമ്മുടെ റെഡ് സ്റ്റാറിൻ്റെ ഒരു ഓട്ടോറിക്ഷ ആ രോഗിൻ്റെ അടുത്ത് അത് ആ ഡയാലിസിസ് സെൻ്ററിൽ എത്തിച്ച് അത് കഴിഞ്ഞ് വീട്ടിലെത്തിക്കുന്നത് എന്തൊരു പുണ്യപ്രവൃത്തി. ഇപ്പോൾ നമുക്ക് ഒരു ആംബുലൻസ് ഉള്ളതെന്ന് പറഞ്ഞു, പക്ഷേ അതുകൊണ്ടൊന്നും ആവത്തില്ലെന്നും വളരെ അത്യാവശ്യമാണ്. ഒരുപാട് സാമ്പത്തിക ചെലവുകളുണ്ട്. 1,85,000 രൂപയോളം മാസം ചിലവാണെന്ന് പറഞ്ഞു. അതിലിപ്പോൾ നമുക്ക് 15 ലക്ഷം ഉറുപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം ഫുട്ബോൾ കളിച്ച് കിട്ടിയായിരുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും ആവുന്നില്ല. ഇപ്പോൾ നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ആരും നിന്നും സമ്പാദിച്ചൊന്നും കൊണ്ടുവരാന്നുള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ള നമ്മൾ നമ്മുടെ ഓരോ ക്ലബ്ബുകൾ അല്ലെങ്കിൽ റെഡ് സ്റ്റാറിനെ പോലുള്ള ഈ കാര്യങ്ങൾ പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അതിലേക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ തിരിച്ചു പോയാലും പറയും, വർഷം ഓർക്കും നമ്മളെ എന്ത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്തിരുന്നു, മറക്കാൻ കഴിയില്ല. ഇവിടെ എത്ര കോടീശ്വരന്മാർ പോയി, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോയോ? അപ്പം നമ്മൾ ഒറ്റക്കെട്ടായി നമ്മളൊന്നിച്ചിറങ്ങിയാൽ നടക്കാത്തൊരു വിഷയമില്ല. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഞാൻ 1-2 ചെറിയ കാര്യങ്ങൾ പറയാം. നമ്മളെ പുളിക്കൽ ഷാപ്പിനെ നമുക്കൊക്കെ അറിയിക്കണം. ഇവിടെ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഓടി നടന്നിരുന്ന് നമ്മുടെ അനിയന് ഇന്നത്തെ അവസ്ഥ എന്താ നിങ്ങൾ ഊഹിക്കുക. അദ്ദേഹത്തിന് പണം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആ പണം കൊണ്ട് ഒരു കടലാസിൻ്റെ വില പോലും ഇല്ല എന്നുള്ളത് നമുക്ക് കാണാം, എല്ലാവരും കാണുകയാണ്. ഞാൻ കഴിഞ്ഞ പെരുന്നാൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 മക്കളെന്നെ ആ റൂമിലേക്ക് കൊണ്ടുപോയി. കിടപ്പിലായ ഷാഫിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ? മാനോ എന്നൊന്ന് ഇരുത്തി തരുമോ? മാനോ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിക്കുക, എന്നൊന്ന് ഇരുത്തി തരുമോ? എത്ര കാശും പണവും എല്ലാ സൗഭാഗ്യമുള്ള നമ്മുടെ ഷാഫിൻ്റെ അവസ്ഥ മാത്രം മനസ്സിലാക്കി. ഇത് നമുക്ക് കാണിച്ചെന്നാ പടച്ചമ്പുരാൻ നമ്മുടെ മുന്നിൽ കാണിച്ചു തരാ. നിന്റെ പണം കൊണ്ടൊന്നും നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ വിചാരിച്ചാൽ ഇത്രയേ ഉള്ളൂ. ജാതി മതമൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലാനും കൊല്ലാനും നടക്കുന്നത് നമുക്ക് കാണിച്ചു തരാ. മനുഷ്യനെ സഹായിക്കാനും സ്നേഹിക്കാനും. ഇപ്പം സാഫിനോട് ഡോക്ടർ പറഞ്ഞത്രേ, ഗംഗാരൻ ഡോക്ടർ ഏറിപ്പോയാൽ 6 മാസം അതിലപ്പുറം പോകില്ലാന്ന്. പക്ഷെ സാഫി ചെയ്ത നന്മയിക്കാരം ഇപ്പോൾ വർഷങ്ങളായി 3 വർഷത്തിലും അപ്പുറമായി സാഫിന് ജീവിക്കുന്നത്. പക്ഷേ വല്ലാത്തൊരു ജീവിതം, ആ ജീവിതം നമുക്ക് കാണിച്ചു തരിക. കാണണം, നമ്മൾ സാഫിനൊന്ന് പോയി സന്ദർശിക്കാം. എന്താണ് അവൻ്റെ അവസ്ഥ എന്നൊന്ന് കാണാം. അവന് സമ്പാദ്യമില്ലേ, വരുമാനമില്ലേ, എല്ലാം ഇല്ലേ. ഞാനൊരു അഗതി മന്ദിരത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകലുണ്ട് ഭക്ഷണം കൊടുക്കാൻ. ഇപ്പോൾ അടുത്ത ആഴ്ചയുണ്ട് നമ്മളെ അബയിൽ കൊപ്പത്ത് കൊടുക്കാൻ പോകുന്നത്. ഹുസൈൻ രണ്ടത്താണി അധ്യക്ഷനായി. അതാണ് ഇവിടെ വന്ന നിങ്ങളുടെയൊക്കെ സാന്നിധ്യം എന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. പല പുതിയ മാർഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ തന്നെ വീർപ്പ് മുട്ടുകയാണ് നമ്മുടെ ഇതിൻ്റെ കേന്ദ്രവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രവർത്തകരും. നമ്മുടെ അസൗകര്യങ്ങൾ, അതുപോലെ രോഗികളുടെ എണ്ണം, അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ചെലവ്, സ്റ്റാഫിൻ്റെ അഭാവങ്ങൾ, ഇതൊക്കെ നമ്മുടെ പ്രവർത്തനത്തെ മന്ദീഭവിച്ചേക്കും എന്ന് മനസ്സിലാക്കി അൽദാൻ കുബൂസ് മാനേജിംഗ് ഡയറക്ടർ തയ്യിൽ സിദ്ദിഖ്, അഡ്വക്കേറ്റ് പി ജാബിർ, ഫിറോസ് പള്ളിമാലിൽ, KC കുഞ്ഞുട്ടി, KP ശങ്കരൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മലയാളം ടെലിവിഷൻ, കാടാമ്പുഴ.